ദൈവത്തിന്റെ അതിപരിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 ഡിസംബർ മാസം 7-ാം തീയതിയാണല്ലോ ഇന്ന് നമ്മുടെ ഈ വർഷത്തെ പെരുന്നാളിന്റെയും കൺവെൻഷന്റെയും ആദ്യവല പെരുന്നാളിന്റെയും കൊടിയേറുകയാണ്. 3 വർഷം പാമ്പാടിയുടെ മണ്ണിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാർ, പ്രത്യേകിച്ച് ഇന്ന് നാം ദൈവം കേട്ടതുപോലെ മുൻ പിതാക്കന്മാരുടെ ദർശനത്തിന്റെ ഫലമായിട്ടാണ് ഇന്നും നമ്മുടെ സഭ നിലനിൽക്കുന്നത്. ഇന്നത്തെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ദൈവം വളരെ വ്യക്തമായും ആഹ്വാനം ചെയ്യുകയാണ്. അടുത്ത തലമുറയ്ക്ക് ദൈവസ്നേഹം പകർന്നു കൊടുക്കണം. അതിനെത്രമാത്രം കഷ്ടത അനുഭവിക്കേണ്ടി വന്നാലും അടുത്ത തലമുറ ദൈവിക ബന്ധം നിലനിൽക്കണമെങ്കിൽ അവർക്ക് ദൈവത്തെയും ദൈവാലയത്തെയും ദൈവവചനത്തെയും പകർന്നു കൊടുക്കുവാൻ നമുക്കിടയായിത്തീരണം. ഈ വർഷത്തെ കൺവെൻഷൻ, അതുപോലെ അതിനോട് ചേർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹപ്രദമായി നടക്കണം. ഒരു ചടങ്ങായി മാത്രമല്ല കാണരുത്. കൺവെൻഷനിൽ അനേക ജീവിതങ്ങൾ രൂപാന്തരപ്പെടുവാൻ ദൈവം ഇടയായിത്തീരണം. നമ്മളുടെ ആദി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ സഭയുടെ നാഥനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, കഴിഞ്ഞ 153 വർഷം ഈ കുന്നിന് മുകളിൽ സഭയായി ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ഞങ്ങൾക്ക് കാണിച്ചു ദൈവത്തെ ലോകത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം ഇന്നും അവസരനായി സ്തോത്രം. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ പെരുന്നാൾ ഞങ്ങൾ കുടിയേറ്റുപോവാൻ ദൈവകൃപ കൂടിയിരിക്കണമേ. ഈ വർഷത്തെ ഞങ്ങളുടെ പെരുന്നാൾ കൺവെൻഷൻ ശുശ്രൂഷകൾ റാലിയൊക്കെ ഏറ്റവും അനുകൂലമായി തീരുവാൻ ദൈവകൃപ ചെയ്യണമേ. കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കി നൽകണമേ. ദൈവം കുറയുവാൻ കടന്നു വരുന്ന വാസന്മാരെ ദൈവം ശക്തിപ്പെടുത്തണമേ. കർത്താവ് ഇവിടെ കടന്നു വരുന്ന ജനങ്ങളെയും ഓർക്കുന്നു. ഇതിന്റെ മക്കൾ ദൈവിക പരിജ്ഞാനം പ്രാപിക്കുവാൻ, ദൈവത്തിന്റെ ഇടമുള്ളത്തിൽ താഴെയിരിക്കുന്നവരായി തീരുവാൻ തക്കോണം ദൈവം സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ഈ ശുശ്രൂഷയും ആദ്യ അവസാനം വരെ അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ, അങ്ങ് തന്നെ നേതൃത്വം ഏറ്റെടുക്കണമേ. ഇന്ന് ആരംഭിക്കുന്ന നിങ്ങളുടെ ശുശ്രൂഷ അടുത്ത ഞായറാഴ്ച പൂർത്തീകരിക്കുന്നതുവരെയും യാതൊരു അപകടങ്ങളോ പ്രശ്നങ്ങളോ പ്രതിബന്ധങ്ങളോ ഒന്നും ഉണ്ടാകാം. ദൈവത്തിന്റെ രക്തത്താൽ മുദ്രയിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കണമേ. സന്തോഷകരമായി പുതിയൊരു രൂപപ്പെട്ട ജീവിതം നയിക്കുന്നവരായി ഈ ഒരാഴ്ചയ്ക്ക് ശേഷം ലോകത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുവാൻ ഞങ്ങളേവരെയും സഹായിക്കുന്നതാണ്. ഇപ്പോൾ ഈ കൊടി ഞങ്ങൾ ഉയർത്തുമ്പോൾ അങ്ങയുടെ കൃപ കൂടിയിരിക്കണം. വിദേശത്ത് പ്രകാശമായി തീരുവാൻ, വെളിച്ചമായി തീരുവാൻ ഇടിയാക്കി തട്ടണമെന്ന് യേശുവിനെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണമേ. ആമേൻ. ആശീർവാദം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും അനുഗ്രഹങ്ങളും ഇന്ന് ഉയർത്തപ്പെട്ട ഈ ഫ്ലാഗിനോടും ഇന്ന് ആരംഭിച്ചിരിക്കുന്ന നമ്മുടെ പെരുന്നാൾ കൺവെൻഷൻ ശുശ്രൂഷകളോടും
അവന്റെ അനുഗ്രഹത്തോടും കൂടെ ഇപ്പോഴെപ്പോഴും കാലാവസാനം കൂടാതെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും സഭയുടെ പേരിൽ അറിയിക്കുന്നത്. എല്ലാവരും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരുങ്ങണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു.